سبحان الله العظيم ولا حول ولا قوة إلا بالله العلي العظيم نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وأن محمدا عبده المصطفى ونبيه المجتبى ورسوله المرتضى وأنه خاتم الأنبياء وإمام الأتقياء وخليل رب العالمين لكل دعوة نبوة بعده فغي وهوى وهو المبعوث إلى عامة الجن وكافة الورى اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ സഹോദരി സഹോദരങ്ങൾ, അള്ളാഹുവെ സൂക്ഷിച്ച് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തേണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ദീനിന്റെ പേരിൽ ഉണർത്തുകയാണ്. നമ്മുടെ വിശ്വാസ കാര്യങ്ങളിൽ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ളത് മറഞ്ഞ കാര്യങ്ങളിലുള്ള വിശ്വാസമാണ്. അദൃശ്യമായ മറഞ്ഞ കാര്യങ്ങളിലുള്ള വിശ്വാസം, അതാണ് നമ്മുടെ വിശ്വാസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അല്ലാഹുവിലുള്ള വിശ്വാസമാണല്ലോ ഈമാൻ കാര്യങ്ങളിൽ ഒന്നാമത്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സംബന്ധിച്ചിടത്തോളം അദൃശ്യമാണ്. അതുപോലെ മലായികത്തുകൾ നമുക്ക് മറഞ്ഞവരാണ്. യൗമുൽ ഖിയാമ മുൻകഴിഞ്ഞു പോയ അമ്പിയാക്കൾ, മുർസലീങ്ങൾ ഇവരെല്ലാം നമ്മെ സംബന്ധിച്ചിടത്തോളം മറഞ്ഞവരാണ്. ഈ മറഞ്ഞ കാര്യത്തിലുള്ള അദൃശ്യത്തിലുള്ള വിശ്വാസമാണ് നമ്മുടെ വിശ്വാസ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതിൽ ഒരാൾ പൂർണ്ണമായി വിശ്വസിക്കുമ്പോഴാണ് അവൻ മുഅ്മിനായി തീരുക, വിശ്വാസിയായി തീരുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരത്തെ കുറിച്ച് പറയുന്നതിന് മുമ്പേ, സകാത്തിനെ കുറിച്ച് പറയുന്നതിന് മുമ്പേ മുത്തഖീങ്ങളുടെ ലക്ഷണമായി പറഞ്ഞത് ഈ മറഞ്ഞ കാര്യങ്ങളിൽ അവർ വിശ്വസിക്കുന്നവരാണ് എന്നതാണ്. സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ അല്ലാഹു പറഞ്ഞു, അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഈ വേദഗ്രന്ഥം, പരിശുദ്ധ ഖുർആൻ, അത് മുത്തഖീങ്ങൾക്കുള്ള സന്മാർഗമാണ്. ആരാണ് മുത്തഖീങ്ങൾ? الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരത്തെക്കുറിച്ചും
അവർ തങ്ങളുടെ സമ്പത്തിൽ നിന്നും ചിലവഴിക്കുന്നവരാണ് എന്നും പറയുന്നതിന് മുമ്പേ പറഞ്ഞത് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അവർ അദൃശ്യമായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ വിശ്വാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ വിശ്വാസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഖബറിലുള്ള വിശ്വാസം. ഖബറിൽ രക്ഷകളുണ്ട്, ശിക്ഷകളുണ്ട്, അത് നമുക്ക് അനുഭവിക്കുവാനുള്ളതാണ് എന്ന വിശ്വാസം നമ്മുടെ വിശ്വാസ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരുപക്ഷെ കിടക്കുന്നിടത്ത് നിന്ന് മാറിക്കിടന്നാൽ ഉറക്കം വരാത്തവരാണ് നമ്മിൽ പല ആളുകളും. വിദേശത്തേക്കൊരു യാത്ര പോയാൽ, അല്ലെങ്കിൽ ഒരു ദൂരെ യാത്ര പോകേണ്ടി വന്നാൽ, അങ്ങനെ ഒരു സ്ഥലത്ത് താമസിക്കേണ്ടി വന്നാൽ പലപ്പോഴും തിരിഞ്ഞും മറിഞ്ഞും അസ്വസ്ഥമായി കിടന്ന് തൻ്റെ കിടപ്പുമുറി വിട്ടതിൻ്റെ പേരിൽ ഉറക്കം വരാതെ മലർന്നു കിടക്കുന്നവരാണ് നമ്മിൽ പല ആളുകളും. പ്രിയമുള്ളവരെ, എന്നാൽ നമ്മളോട് അനുവാദം പോലും ചോദിക്കാതെ, നമ്മുടെ സമ്മതം പോലും പേടിക്കാതെ 6 അടി മണ്ണിലേക്ക് നമ്മെ ഇറക്കി വെക്കുന്ന ഒരു രംഗം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കടന്നു വരാനും, നമ്മളെ ആ ഖബറിലേക്ക് ഇറക്കി വെച്ച് നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾ നമ്മെ വിട്ടുപോരുന്ന, അങ്ങനെ ആ 6 അടി മണ്ണിൽ നമ്മൾ തനിച്ചായി തീരുന്ന, ആ ഇരുട്ടറയിൽ ഒറ്റക്കായി തീരുന്ന ഒരു ദിവസം പരിശുദ്ധ ഖുർആനും ഹദീസുകളും നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഒരുപക്ഷെ മരണത്തേക്കാൾ ഭീകരമായ രംഗങ്ങളാണ് ഖബറിലെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മരണരംഗം ഏറെ ഭീകരമാണ്. ഒരല്പം സമയത്തേക്ക് വേണ്ടി മനുഷ്യൻ കെഞ്ചി ചോദിക്കുന്ന, ഒരല്പം നന്മകൾ ചെയ്യുന്നതിന് വേണ്ടി മനുഷ്യൻ കേഴുന്ന, മനുഷ്യൻ കരയുന്ന നിമിഷമാണ് മരണത്തിന്റെ സമയമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. കണ്ണുകൾ മേപ്പോട്ടുയർന്ന് കണങ്കാലുകൾ വിപരീത ദിശയിലേക്ക് പിരിഞ്ഞു നിന്ന് മനുഷ്യൻ കരയുന്ന നിമിഷമാണ് മരണത്തിന്റെ രംഗം. എന്നാൽ അതിനേക്കാൾ ഒരൽപ്പം ഭീകരമാണ് ഖബറിലെ രംഗങ്ങളെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചിരുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ബുദിഅത്തിൽ ജനാസ വഹ്തമലഹ റിജാലു അലാ അഅനാഖിഹിം, ജനാസ എടുത്തുകൊണ്ട് ആ ജനാസ കട്ടിൽ സഹോദരന്മാർ അവരുടെ ചുമലിൽ ഏറ്റിക്കഴിഞ്ഞാൽ ആ ജനാസയുമായി അവർ ഖബറിലേക്ക് നടന്നു നീങ്ങുന്ന സമയത്ത് ആ മയ്യത്തൊരു നല്ല മയ്യത്താണ് എങ്കിൽ, ദുനിയാവിൽ തഖ്വയോടെ ജീവിച്ച, ഈമാനോടെ ജീവിച്ച, ഹറാമുകളിൽ നിന്ന് വിട്ടുനിന്ന, തങ്ങളുടെ സമ്പാദ്യം ഹലാലാക്കിയ ആ രൂപത്തിലുള്ള ഒരു സ്വാലിഹായ മനുഷ്യനാണെങ്കിൽ അയാൾ പറഞ്ഞുകൊണ്ടിരിക്കും, ഖദ്ദിമൂനി ഖദ്ദിമൂനി, നിങ്ങൾ എന്നെ പെട്ടെന്ന് കൊണ്ടുപോകണം, എന്നെ പെട്ടെന്ന് കൊണ്ടുപോകണം. കാരണം ആ മനുഷ്യനെ ഖബറിൽ സ്വർഗീയ സുഖാനുഗ്രഹങ്ങളാണ് കാത്തിരിക്കുന്നത്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഇനി ആ മനുഷ്യൻ ഒരു ചീത്ത ആത്മാവാണ് എങ്കിൽ, നമസ്കരിക്കാൻ പോലും സമയം കിട്ടാതെ ദേഹേച്ഛകൾ കടിമപ്പെട്ട ഹറാമുകളിൽ തോന്നിവാസങ്ങളിൽ മുഴുകിയ, ദുനിയാവിന്റെ സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ഓടുന്ന തിരക്കിൽ അള്ളാഹുവിനെ കുറിച്ച് പോലും പഠിക്കാൻ സമയം കണ്ടെത്താതെ, ദീനിന്റെ അടിസ്ഥാനങ്ങൾ പോലും സമയം കണ്ടെത്താതെ, അത് പഠിക്കുവാനും ഉള്ള ശ്രമം പോലും നടത്താതെ ദുനിയാവിന് വേണ്ടി ഓടി നടന്ന മനുഷ്യനാണോ, ആ മനുഷ്യൻ വിളിച്ചു പറയും, യാ വൈലഹാ ഐന തദ്ഹബൂന ബിഹാ, നാശമേ, നിങ്ങൾ എങ്ങോട്ടാണ് അതിനെ കൊണ്ടുപോകുന്നത്, നിങ്ങൾ എങ്ങോട്ടാണ് അതിനെ കൊണ്ടുപോകുന്നത്? ആ ആർത്തനാദങ്ങൾ ലോകത്തിലുള്ള മുഴുവൻ ജീവജാലങ്ങളും കേൾക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നൽ ഇൻസാൻ, മനുഷ്യന് മാത്രം അത് കേൾക്കുവാൻ സാധിക്കുകയില്ല. ദാ എന്റെ വീട്ടിലേക്ക് തിരിച്ചു പോ, എന്റെ കുടുംബക്കാരിലേക്ക് തിരിച്ചു പോ, എന്റെ ഭവനങ്ങളിലേക്ക് തിരിച്ചു പോ, ഐന തദ്ഹബൂന ബിഹാ, എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന് ചോദിക്കുന്ന ആ ആർത്തനാദങ്ങൾ മനുഷ്യന് മാത്രം കേൾക്കുവാൻ സാധിക്കുകയില്ല. പ്രവാചകൻ പറഞ്ഞു, വലൗ സമിഅഹ, അവൻ എങ്ങാനും അത് കേട്ടിരുന്നെങ്കിൽ ലസ്വഅക, അവൻ ബോധം കെട്ട് വീഴുമായിരുന്നു. അത്രയും ഭീകരമാണ് മയ്യത്തിന്റെ ആർത്തനാദങ്ങളെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖബർ കാണുമ്പോൾ വല്ലാതെ കരയുമായിരുന്നു. സ്വഹാബത്ത് ചോദിക്കുമ്പോൾ, ഉസ്മാൻ, എന്താണ് ഖബർ കാണുമ്പോൾ ഒരു കരയെ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗ്ഗത്തെ കുറിച്ച് പറയാറുണ്ടല്ലോ, നരകത്തെ കുറിച്ച് പറയാറുണ്ടല്ലോ.
ആ സമയത്തൊന്നും താങ്കൾ കരയുന്നത് ഞങ്ങൾ കാണാറില്ല. ഖബർ കാണുമ്പോൾ എന്താണ് ഉസ്മാൻ താങ്കൾ വല്ലാതെ വിങ്ങിപ്പൊട്ടുന്നത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ഇന്നൽ ഖബ്റ അവ്വലു മനാസിലിൽ ആഖിറ. സ്വഹാബ, ഖബർ എന്ന് പറഞ്ഞാൽ അതാണ് പരലോകത്തേക്കുള്ള ഒന്നാമത്തെ കവാടം. ഫഇൻ നജാ മിൻഹു ഫമാ ബഅദഹു ഐസറു മിൻഹു. ആ ഖബറിൽ ഒരാൾ വിജയിച്ചു കഴിഞ്ഞാൽ അതിനുശേഷമുള്ളതെല്ലാം അവന് എളുപ്പമായിരിക്കും. വഇൻ ലം യൻജു മിൻഹു ഫമാ ബഅദഹു അശദ്ദു മിൻഹു. എന്നാൽ ആ ഖബറിൽ അവൻ വിജയിച്ചിട്ടില്ല എങ്കിൽ അതിനുശേഷമുള്ളതെല്ലാം അവന് വളരെ പ്രയാസകരമായിരിക്കും. അതുകൊണ്ട് പരലോകത്തേക്കുള്ള വിജയത്തിന്റെ മാനദണ്ഡം ഖബറിലുള്ള വിജയവും പരാജയവുമാണ് എന്ന് അദ്ദേഹം പറയുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മാ റഅയ്തു മൻദറൻ ഖത്തു ഇല്ലാ വൽ ഖബ്റു അഫ്ളഉ മിൻഹു. സ്വഹാബ, ഞാൻ കണ്ട കാഴ്ചകളിൽ ഏറ്റവും മോശമായ, ഏറ്റവും ഭീകരമായ കാഴ്ചകൾ അത് ഖബറിലെ കാഴ്ചകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജ് യാത്രയിൽ ഖബറാളികളുടെ ചില ശിക്ഷകൾ കണ്ടിട്ടുണ്ട്, നരകാവകാശികളുടെ ചില ശിക്ഷകൾ കണ്ടിട്ടുണ്ട്, പല കാഴ്ചകളും റസൂലുള്ളാഹി കണ്ടിട്ടുണ്ട്. എന്നിട്ട് പ്രവാചകൻ പറയുകയാണ്, ഖബറിൽ കണ്ട ശിക്ഷകളേക്കാൾ, ആ കാഴ്ചകളേക്കാൾ ഭീകരമായ ഒന്നും ഞാൻ കണ്ടിട്ടില്ല സ്വഹാബ എന്ന് പ്രവാചകൻ പറയുമ്പോൾ, പ്രിയമുള്ളവരെ, എത്ര ഭീകരമായിരിക്കും ആ ഖബറിലെ ജീവിതം. 3 ചോദ്യങ്ങളാണ് അവിടെ. നമ്മുടെ വിജയവും പരാജയവും തീരുമാനിക്കപ്പെടുന്നത് ആ 3 ചോദ്യത്തിലൂടെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, മൻ റബ്ബുക, നിന്റെ റബ്ബാരാണ് എന്ന ചോദ്യം, നിന്റെ ദീൻ ഏതാണ് എന്ന ചോദ്യം, നിന്നിലേക്ക് അയക്കപ്പെട്ട പ്രവാചകൻ ആരാണ് എന്ന ചോദ്യം. മൻ റബ്ബുക, നിന്റെ റബ്ബാരാണ്, അല്ലാഹു, ആ അല്ലാഹുവിനെ കുറിച്ചുള്ള, റബ്ബിനെ കുറിച്ചുള്ള ചോദ്യമാണ് ഒന്നാമത്. പ്രിയമുള്ളവരെ, എന്റെ റബ്ബ് അല്ലാഹുവാണ് എന്ന് ഇവിടെ നിന്ന് 100 തവണ നമ്മൾ പറഞ്ഞു പഠിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട രൂപത്തിൽ ജീവിച്ചിട്ടില്ല എങ്കിൽ ആ ഖബറിൽ ഉത്തരം പറയുവാൻ നമുക്ക് സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാഉകളെ കുറിച്ച്, അവന്റെ സിഫാത്തുകളെ കുറിച്ച് നമ്മൾ പഠിക്കാറുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് നമ്മൾ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? റഹ്മാനായ, റഹീമായ, ഗഫൂറായ, ഗാഫിറായ, ഗഫാറായ അല്ലാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച്, അവന്റെ തൗഹീദിനെ കുറിച്ച്, അവന്റെ അസ്മാഉകളെ കുറിച്ച്, സിഫാത്തുകളെ കുറിച്ച് നമുക്ക് എന്തറിയാം? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പഠിക്കാതെ, അവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിക്കാതെ ഖബറിൽ എങ്ങനെ എന്റെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പറയുവാൻ സാധിക്കും? രണ്ടാമത്തെ ചോദ്യം, എന്റെ ദീൻ ഇസ്ലാമാണ് എന്നതാണ്. പൂർണ്ണമായ മുസ്ലിമാവാതെ, ഇസ്ലാമിന്റെ അടിസ്ഥാന പാഠങ്ങൾ പോലും പഠിക്കാതെ നമുക്ക് എങ്ങനെ ഖബറിൽ പറയുവാൻ സാധിക്കും എന്റെ മതം ഇസ്ലാമാണ് എന്ന്? യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ. മതത്തിലേക്ക് പൂർണ്ണമായി പ്രവേശിക്കാനാണ് അല്ലാഹുവിന്റെ കൽപ്പന. അതിന് മതം എന്താണെന്ന് പഠിക്കണ്ടേ, മതത്തിന്റെ അടിസ്ഥാനങ്ങൾ എന്താണെന്ന് പഠിക്കണ്ടേ, മതത്തിന്റെ കൽപ്പനകൾ എന്താണെന്ന് പഠിക്കണ്ടേ? അത് പഠിക്കാതെ ഒരാൾക്ക് എങ്ങനെ പൂർണ്ണമായും മതത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കും? മൂന്നാമത്തത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള ചോദ്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുമാറ്റം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, ഇതൊന്നും മാതൃകയാക്കാത്ത ഒരു മനുഷ്യന് എങ്ങനെ പറയുവാൻ സാധിക്കും എന്റെ പ്രവാചകൻ മുഹമ്മദാണ് എന്ന്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് സമൃദ്ധമായ താടി ഉണ്ടായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ത്രം ഞെരിയാണിക്ക് മുകളിലായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരങ്ങളിൽ വൃത്തികേട് കടന്നു വന്നിരുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടപാടുകളിൽ ഹറാമും ഹലാലും സൂക്ഷിച്ചിരുന്നു. പ്രിയമുള്ളവരെ, ആ മാതൃക നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ? അതില്ല എങ്കിൽ നാളെ ഖബറിൽ എങ്ങനെ എന്റെ പ്രവാചകൻ മുഹമ്മദാണെന്ന് പറയും? ആ പ്രവാചകന്റെ അനുയായികളാണ് നമ്മളെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം മാതൃകയാക്കുവാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണം. ഈ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ മാത്രമാണ് ഖബറിൽ നമുക്ക് വിജയിക്കുവാൻ സാധിക്കുക. ഖബറിന് ഒരു ഞെരുക്കമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നലിൽ ഖബരി ഖത്വതൻ, തീർച്ചയായും ഖബറിന് ഒരു ഞെരുക്കമുണ്ട്. വാരിയലുകൾ പോലും കൂടിപ്പിണയുന്ന ശക്തമായ ഞെരുക്കമായിരിക്കും. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി പറഞ്ഞു, നിന്നെ ഖബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഖബർ ഒന്ന് ആലിംഗനം ചെയ്യും. ദുനിയാവിൽ നിനക്ക് ലഭിച്ച എല്ലാ ആലിംഗനങ്ങളും നീ മറന്നു പോകുവാണ് ശക്തമായ ആലിംഗനമായിരിക്കും.
മനുഷ്യന്റെ വാരീതുകൾ കൂടിപ്പിണയുന്ന ശക്തമായ ഒരു ഞെരുക്കം. അതിൽ നിന്നൊരാളും രക്ഷപ്പെടുകയില്ല. തൗഹീദുള്ള മനുഷ്യന് പോലും ഖബറിലുള്ള ആ ഞെരുക്കം അനുഭവിക്കേണ്ടി വരും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെ ഖബറിലേക്ക് വെച്ചപ്പോൾ പഠിപ്പിച്ച പാഠമാണ്. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മരണവാർത്ത കേട്ട് 70,000 മലക്കുകൾ ആകാശലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി. അല്ലാഹുവിന്റെ അർശ് പോലും പ്രകമ്പനം കൊണ്ടു. അത്രയും മഹത്തരമായ ആ സ്വഹാബിയെ ഖബറിലേക്ക് വെച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലൗ കാന അഹദുൻ നാജിയൻ മിൻഹാ, ആ ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നെങ്കിൽ നജാ മിൻഹാ സഅദ് ഇബ്നു മുആദ്, സഅദ് ഇബ്നു മുആദ് രക്ഷപ്പെടണമായിരുന്നു. പക്ഷെ അദ്ദേഹത്തെ പോലും ഖബറിൽ ഞെരുക്കിയിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിലെ പേടിയായിരിക്കണം ഖബർ എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന സ്വപ്നങ്ങളായിരിക്കണം ഖബർ എന്ന് പറഞ്ഞാൽ. നന്മയിലേക്ക് മുന്നേറാൻ നമുക്കുള്ള പ്രേരണയായിരിക്കണം ഖബർ എന്ന് പറഞ്ഞാൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ സിയാറത്ത് സുന്നത്താക്കി. എന്തിനു വേണ്ടിയാണ് ഖബർ സിയാറത്ത്? ഖബറാളിയോട് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയാണ്. ഖബറാളിയുടെ മേൽ നേർച്ച നേരുന്നതിന് വേണ്ടിയാണ്. അവിടെ ചെന്ന് വിസ ശരിയാവാനും പാസ്പോർട്ട് ശരിയാക്കുവാനും അതുപോലെ തന്നെ നമ്മുടെ ദുനിയാവിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കുവാനും വേണ്ടിയാണ്. അല്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നഹാ തുരിഖുൽ ഖൽബ, ഖബറിനെ കുറിച്ചുള്ള ചിന്തകൾ, ഓർമ്മകൾ അത് ഹൃദയത്തെ ലോലമാക്കും. വതുദ്മിഉൽ ഐന, അത് കണ്ണിനെ നിറച്ചു കളയും. വതുദക്കിറുൽ ആഖിറ, അത് പരലോകത്തെ കുറിച്ച് ചിന്തിക്കുവാൻ നിങ്ങൾക്ക് കാരണമായി തീരും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന്റെ യാത്രയിൽ ഖബറിൽ അനുഭവിക്കുന്ന ചില ശിക്ഷകൾ, ഖബറാളികൾ ചില ശിക്ഷകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയുണ്ടായി. പ്രിയമുള്ളവരെ, ആ ശിക്ഷകൾ അതിഭീകരമാണ്. അതുകൊണ്ട് അതിലെ ചില ശിക്ഷകൾ ഒന്ന് മനസ്സിലാക്കുമ്പോൾ അതിൽ നമ്മളില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലമ്മാ ഉലിജ ബി മറർതു ബിഖൗമിൻ ലഹും അഗ്ഫാറും മിൻ നുഹാസ്, ഞാനൊരു ജനതയുടെ അടുത്തുകൂടെ നടന്നു പോയപ്പോൾ അവർക്ക് ചെമ്പിന്റെ കൂർത്ത നഖങ്ങൾ ഉണ്ടായിരുന്നു. ആ ചെമ്പിന്റെ കൂർത്ത നഖങ്ങൾ കൊണ്ട് യഖ്മിശൂന വുജൂഹഹും വസുദൂറഹും, അവരുടെ നെഞ്ചുകളും അവരുടെ മുഖവും അവർ പിളർത്തുകയായിരുന്നു. ആ രംഗം കണ്ട റസൂലുള്ളാഹി ചോദിച്ചു, മൻ ഹാഉലാഇ യാ ജിബ്രീൽ, ജിബ്രീലേ ഇതാരാണ്? ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാഉലാഇ യഖുലൂന ലുഹൂമൻ നാസ്, അവർ ജനങ്ങളുടെ ഇറച്ചി തിന്നവരാണ്. ആ പ്രയോഗം നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അവർ ജനങ്ങളുടെ ഇറച്ചി തിന്നവരാണ്, അഥവാ ഗീബത്ത് പറഞ്ഞവരാണ് എന്നർത്ഥം. വയഖഉ ഫീ അഅറാളിഹിം, ജനങ്ങളുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തിയവരാണ്. മറ്റുള്ളവരെ കുറിച്ച് ഗീബത്തും നമീമത്തും പറയുന്നവനെ പരലോകത്തേക്ക് എത്തുന്നതിന് മുമ്പേ ഖബറിൽ വരാനിരിക്കുന്ന ശിക്ഷയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എന്താണ് ഗീബത്ത് എന്ന് പറഞ്ഞാൽ? ദിക്റുക അഖാക ബിമാ യക്റഹു, നിന്റെ സഹോദരൻ അവനെ കുറിച്ച് പറയൽ വെറുക്കുന്ന കാര്യങ്ങളാണ് ഗീബത്ത് എന്ന് പറയുന്നത്. പല ആളുകളും മറ്റൊരാളെ കുറിച്ച് മോശമായി സംസാരിക്കുന്നതിന് മുമ്പ് പറയാറുണ്ട്, ഞാൻ എൻ്റെ കണ്ടുകൊണ്ട് കണ്ട കാര്യമാണ് പറയുന്നത്, ഞാൻ എൻ്റെ കാതുകൊണ്ട് കേട്ട കാര്യമാണ് പറയുന്നത്, അവനിൽ ഉള്ള സ്വഭാവത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതാണ് ഗീബത്ത്. സ്വഹാബത്ത് ചോദിക്കുകയാണ്, അഫറഅയ്ത ഇൻ കാന ഫീ അഖീ മാ അഖൂൽ, പ്രവാചകരെ, ഞങ്ങൾ പറയുന്ന കാര്യം ഞങ്ങളുടെ സഹോദരനിൽ ഉള്ളതാണെങ്കിലോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവനിൽ ഉള്ളതാണെങ്കിൽ ഫഖദ് ഇർതബതഹു, അതാണ് ഗീബത്ത്. ഇല്ലാത്തതാണെങ്കിൽ ഫഖദ് വഹതഹു, അത് കളവല്ലേ. അതുകൊണ്ട് അവനിൽ ഉള്ള ഒരു സ്വഭാവത്തെ കുറിച്ച് പറയലാണ് ഗീബത്ത്. വളരെ ഗൗരവത്തിൽ നമ്മൾ നോക്കിക്കാണേണ്ട വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ഉപമിച്ചത്, അയ്യുഹിബ്ബു അഹദുക്കും അയ്യകുല ലഹ്മ അഖീഹി മൈത, നിങ്ങളുടെ സഹോദരൻ മരണപ്പെട്ട് കിടക്കുമ്പോൾ അവന്റെ ശരീരത്തിൽ നിന്ന് ഒരു മാംസകഷ്ണം എടുത്ത് ഭക്ഷിക്കുവാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഫകരിഹ്തുമു, ഇല്ല, നിങ്ങൾ അതിനെ വെറുക്കുന്നു. അതുപോലെയാണ് ഗീബത്ത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് മറ്റുള്ളവരെ കുറിച്ച് മോശമായത് സംസാരിക്കുമ്പോൾ അവർക്ക് ഖബറിൽ ലഭിക്കാനുള്ള ശിക്ഷ വളരെ ഭീകരമാണ് എന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നു. രണ്ടാമതായി കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട ഒരു ശിക്ഷ, ഹത്താ അതൈന അലാ റജുലിൻ മുൽതജിഅൻ, കിടക്കുന്ന ഒരു മനുഷ്യന്റെ അടുത്തേക്ക് പ്രവാചകൻ എത്തി.
വഇദാ ആഖറു ഖായിമുൻ അലൈഹി ബിസ്വഖ്റത്തി, അയാളുടെ അടുക്കൽ ഒരു വലിയ കല്ല് പിടിച്ച് മറ്റൊരു മനുഷ്യൻ നിൽക്കുന്നുണ്ട്. വഇദാ ഹുവ യദ്വി ബിസ്വഖ്റത്തി റഅസിഹി ഫയഖ്ലുബു ബിഹാ റഅസഹു, ആ കല്ലുകൊണ്ട് കിടക്കുന്ന മനുഷ്യന്റെ തല അയാൾ അടിച്ച് പൊളിക്കുകയാണ്. ആ കല്ല് ഉരുണ്ടുപോകും. അത് പോയി എടുത്തു വരുമ്പോഴേക്കും തല ശരിയായിട്ടുണ്ടാകും. രണ്ടാമത് വീണ്ടും അടിക്കും. ആ രൂപത്തിൽ ആ ശിക്ഷ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതാരാണെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹിയോട് ഉത്തരം പറഞ്ഞു, വയനാമു അനിസ്സലാത്തിൽ മക്തൂബ, ഫർദ് നമസ്കാരത്തിന്റെ സമയത്ത് കിടന്നുറങ്ങുന്ന മനുഷ്യനാണ്. ഫർദ് നമസ്കാരത്തിന്റെ സമയത്ത് പള്ളിയിലേക്ക് എത്താതെ കിടന്നുറങ്ങുന്ന മനുഷ്യനാണ്. ഹയ്യ അലസ്സലാ, ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് വാ, നമസ്കാരത്തിലേക്ക് വാ. അസ്സലാത്തു ഖൈറും മിനൻ നൗം, ഉറക്കത്തേക്കാൾ നല്ലത് നമസ്കാരമാണ് എന്ന് പറയുമ്പോഴും നമ്മൾ സുഖനിദ്രയിലാണ്. നമുക്ക് പള്ളിയിലേക്ക് എത്താൻ സാധിക്കുന്നില്ല, സുബഹിനെത്താൻ സാധിക്കുന്നില്ല, ഇശാഇനെത്താൻ സാധിക്കുന്നില്ല. നമ്മൾ നമ്മുടെ ജോലി തിരക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അവർക്ക് ഖബറിൽ ശക്തമായ ശിക്ഷയാണ്. മുനാഫിക്കിന് ഏറ്റവും ഭാരമുള്ള നമസ്കാരങ്ങൾ സുബ്ഹും ഇശാഉമാണ്. അതിന്റെ ഫളായിലെങ്ങാനും മഹത്വമെങ്ങാനും അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ മുട്ടിയിഴഞ്ഞെങ്കിലും അവർ അതിനെത്തുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറയുന്നു. ഏതെങ്കിലും ഒരു ദിവസം മറന്നുപോയതിനെ കുറിച്ചോ ഉറങ്ങിപ്പോയതിനെ കുറിച്ചോ യാത്രയിലായതിനെ കുറിച്ചോ ജമാഅത്ത് നഷ്ടപ്പെടുന്ന വിഷയമല്ല പറയുന്നത്. സ്ഥിരമായി പള്ളിയിലേക്ക് എത്താൻ സാധിക്കുന്നില്ല, സ്ഥിരമായി ജമാഅത്തിന് എത്താൻ സാധിക്കുന്നില്ല, ശക്തമായ ശിക്ഷയാണ് അവർക്ക് ഖബറിൽ വരാനിരിക്കുന്നത്. മൂന്നാമതായി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ശിക്ഷ കണ്ടത്, ഫഅതൈനാ അലാ റജുലിൻ മുസ്തൽഖിൻ ലിഖഫാഹു, ഒരാൾ തന്റെ പിരടി നിലത്ത് വെച്ച് അയാൾ കിടക്കുകയാണ്. വഇദാ ആഖറു ഖായിമുൻ അലൈഹി ബികല്ലൂബിൻ മിൻ ഹദീദ്, ഇരുമ്പിന്റെ കൊളുത്തുമായി ഒരു മനുഷ്യൻ അയാളുടെ അടുത്ത് നിൽക്കുന്നുണ്ട്. വഇദാ ഹുവ യഅതി അഹദ ശിഖ്ഖി വജ്ഹിഹി ഫയുശർശിറു ശിദ്ഖഹു ഇലാ ഖഫാഹു, ആ ഇരുമ്പിന്റെ കൊളുത്തുകൊണ്ട് കവിളിന്റെ ഒരു ഭാഗം മുതൽ പിരടി വരെ അയാൾ കൊളുത്തി വലിക്കുന്നു. വമൻഹിറഹു ഇലാ ഖഫാഹു, മൂക്ക് മുതൽ പിരടി വരെ കൊളുത്തി വലിക്കുന്നു. വഅൈനഹു ഇലാ ഖഫാഹു, കണ്ണ് മുതൽ പിരടി വരെ കൊളുത്തി വലിക്കുന്നു. അങ്ങനെ ഒരു ഭാഗം കഴിഞ്ഞാൽ അടുത്ത ഭാഗം, അപ്പോഴേക്കും മറ്റേ ഭാഗം ശരിയാവും. അത് ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഈ ശിക്ഷ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മലക്ക് പറഞ്ഞു കൊടുത്തു, ഫഇന്നഹു റജുലു യഗ്ദു മിൻ ബൈതിഹി, ആ മനുഷ്യൻ തന്റെ വീട്ടിൽ നിന്നിറങ്ങും. ഫയക്ദിബുൽ കദ്ബത, ഒരു കളവെന്ന് പറയും. ഫയബ്ലുഗുൽ ആഫാഖ്, അത് ലോകം മുഴുവൻ എത്തിച്ചേരും. കളവിന് തുടക്കം കുറിക്കുന്ന ആളുകളാണ്. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ അറിഞ്ഞുകൊണ്ട് നമ്മൾ അത് ചെയ്യുന്നുണ്ടായിരിക്കില്ല, എന്നാൽ അറിയാതെ പോലും സംഭവിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയകൾ വളർന്ന കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഇതാ റമദാൻ വരുമ്പോൾ മെസ്സേജുകൾ വരും. റമദാൻ മാസം അത് ആഗതമായി എന്ന് ആദ്യം 5 പേർക്ക് അറിയിക്കുന്നവർക്ക് സ്വർഗമുണ്ട്. അല്ലെങ്കിൽ ഷഅബാനിലേക്ക് പ്രവേശിച്ചു, ഷഅബാൻ മാസം അതിന്റെ മഹത്വം ആദ്യം 5 ആളുകൾക്ക് പറഞ്ഞു കൊടുത്താൽ അവർ നരകമോചനമുണ്ട്. ഈ രൂപത്തിൽ കള്ള ഹദീസുകൾ പടച്ചു വിട്ടുകൊണ്ട് ഒരുപാട് മെസ്സേജുകൾ നമ്മുടെ ഫോണിലേക്ക് വരും. പക്ഷെ നമ്മൾ ചിന്തിക്കും, ഒരു നല്ല കാര്യമല്ല, നമ്മുടെ സുഹൃത്തിനും ഈ അനുഗ്രഹം ലഭിച്ചാൽ നന്മയല്ല, അതുകൊണ്ട് നമ്മൾ ഫോർവേഡ് ചെയ്യും. ഒരു ഗ്രൂപ്പിലേക്ക് അയച്ചാൽ 250 ആളുകൾ കണ്ടാൽ അത് 10 ഗ്രൂപ്പുകളിലേക്ക് അയച്ചു കഴിഞ്ഞാൽ ഇത് ലോകം മുഴുവൻ പരക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എത്ര സത്യമാണ്. തബ്ലുഗുൽ ആഫാഖ്, അത് ലോകം മുഴുവൻ എത്തിച്ചേരും. അങ്ങനെ അവനുള്ള ശിക്ഷയാണ് ഖബറിൽ ശക്തമായിട്ടുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മൾ പറയുന്ന ഓരോ വാക്കും, നമ്മൾ അയക്കുന്ന ഓരോ മെസ്സേജുകളും സത്യസന്ധമാണ് എന്ന് ഉറപ്പുവരുത്തൽ വിശ്വാസിയുടെ കടമയാണ്. പ്രിയമുള്ളവരെ, ഇതെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ കണ്ട ശിക്ഷകളാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം പൂർണ്ണമായി നമ്മൾ വിട്ടുനിൽക്കുക. ഖബറിനെ കുറിച്ചുള്ള ഓർമ്മകൾ പുതുക്കുവാൻ, ആ ഓർമ്മകൾ കൊണ്ട് ഹൃദയത്തെ ലോലമാക്കുവാൻ ഖബർ സന്ദർശനങ്ങൾ നമ്മൾ അധികരിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിൽ രക്ഷ നൽകുന്നവരുടെ കൂട്ടത്തിൽ, ശക്തമായ ശിക്ഷകൾ അത് ഇളവ് നൽകുന്നവരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി
അള്ളാഹുവെ സൂക്ഷിച്ച് അവനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ദീനിൻ്റെ പേരിൽ കൊണ്ടെത്തുകയാണ്. പ്രിയമുള്ളവരെ, വളരെ ശ്രേഷ്ഠമായ ശഅബാൻ മാസത്തിലാണ് നമ്മളുള്ളത്. ധാരാളം മഹത്വങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു മാസമാണ് ശഅബാൻ. നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് വ്യത്യസ്ത സമയങ്ങളിലായി ഉയർത്തപ്പെടുന്നുണ്ട്. എല്ലാ ദിവസവും നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട്. ഹദീസിൽ കാണാം, യുർഫഉ ഇലൈഹി അമലുൽ ലൈലി ഖബ്ല അമലിൻ നഹാർ. പകലിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് മുമ്പായി കൊണ്ട് രാത്രിയിലെ പ്രവർത്തനങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടും. വഅമലുൻ നഹാരി ഖബ്ല അമലിൽ ലൈൽ. രാത്രിയിലെ പ്രവർത്തനങ്ങൾക്ക് മുമ്പായി പകലിലെ പ്രവർത്തനങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടും. എല്ലാ ദിവസവും നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട്. അതുപോലെ പ്രവാചകൻ പഠിപ്പിച്ചു, തുറദു അഅമാലുൻ നാസി ഫീ കുല്ലി ജുമുഅത്തിൻ മറത്തൈൻ യൗമൽ ഇസ്നൈൻ വ യൗമൽ ഖമീസ്. എല്ലാ ആഴ്ചയിലും തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമായി നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട്. അതുപോലെ എല്ലാ വർഷത്തിലും ഒരു തവണ അല്ലാഹുവിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ ഉയർത്തപ്പെടുന്നുണ്ട്. അത് ശഅബാൻ എന്ന മാസത്തിലാണ് എന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച് പറയുന്നു, പ്രവാചകൻ ധാരാളമായി ശഅബാനിൽ നോമ്പ് നോൽക്കുന്നു. ഒരു സ്വഹാബി ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ലം അറക തസൂമു ശഹ്റൻ മിനശ് ശുഹൂരി മാ തസൂമു മിൻ ശഅബാൻ. റസൂലേ, താങ്കൾ ശഅബാനിൽ നോമ്പ് നോൽക്കുന്നത് പോലെ മറ്റൊരു മാസത്തിലും നോമ്പ് നോൽക്കുന്നില്ലല്ലോ. റമളാൻ കഴിഞ്ഞാൽ പ്രവാചകൻ ഏറ്റവും കൂടുതൽ നോമ്പെടുത്തിരുന്നത് ശഅബാനിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പറഞ്ഞു കൊടുത്തു, ദാക ശഹ്റുൻ. ആ മാസത്തിന്റെ പ്രത്യേകത യഗ്ഫുലുൻ നാസു അൻഹു ബൈന റജബിൻ വ റമളാൻ. റജബിനും റമളാനിനും ഇടയിൽ ആളുകൾ അശ്രദ്ധമായി തീരുന്ന മാസമാണ്. വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. ആ മാസത്തിലാണ് അല്ലാഹുവിലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നത്. ഒരു വർഷത്തിലെ കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത് ശഅബാൻ എന്ന ഈ മാസത്തിലാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിലേക്ക് എൻ്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുമ്പോൾ ഞാൻ നോമ്പുകാരനാകുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശഅബാനിൽ ധാരാളമായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുത്തിരുന്നത് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് നന്മകൾ അധികരിപ്പിക്കുക, പ്രത്യേകിച്ച് നോമ്പുകളുടെ ഇബാദത്തുകൾ ഈ മാസത്തിൽ അധികരിപ്പിക്കുക, റമളാനിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തുടങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം നന്മകളുമായി ഈ മാസങ്ങൾ കഴിച്ചു കൂട്ടുവാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മിൽ നിന്ന് ഇന്നലെ നമ്മുടെ KJന്റെ പ്രസിഡന്റായ മുഹമ്മദ് മദനി റഹ്മത്തുള്ളാഹി മരണപ്പെട്ടുപോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഒരുപാട് പ്രവർത്തിച്ച അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹായവരായി സ്വീകരിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ഖബർ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തെയും നമ്മളെയും നമ്മൾ മരണപ്പെട്ടു പോവുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ രോഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫിയാക്കി കൊടുക്കുമാറാകട്ടെ. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന കടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والحمد لله رب العالمين.